ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ്. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. കേസുകളുമായി ബന്ധപ്പെട്ട നിർണായകമായ സ്ഥലമാണ് പള്ളിപ്പുറത്തെ ഈ വീട്. വീടിന് സമീപത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ വീടിന് സമീപത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. യു ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തെളിവെടുപ്പ് ആരംഭിച്ചോ ഷൈജു? ഷൈജു, തെളിവെടുപ്പ് ആരംഭിച്ചോ? അമൃത, അല്പസമയങ്ങൾക്ക് മുമ്പാണ് സെബാസ്റ്റ്യനെ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഈ പള്ളിപ്പുറത്തെ വീടിന്റെ പറമ്പിൽ എത്തിച്ചത്. പറമ്പിൽ എത്തിച്ച ഉടൻ തന്നെ നേരത്തെ തയ്യാറാക്കി നിർത്തിയിരുന്ന സ്പോട്ടുകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കൊണ്ടുവരുന്നതനുസരിച്ച് സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു വെച്ചിരുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഒരിടത്ത് തുറക്കുന്നു, മറ്റു ചില സ്ഥലങ്ങളിൽ പുല്ല് വെട്ടി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അനുസരിച്ചുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിലാണ് ചേർത്തല തഹസീൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവുമുണ്ട്. ചേർത്തല പോലീസ് അടക്കമുള്ള പോലീസ് സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ അടക്കം ദൂരേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഈ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ആയിട്ടാണ് ഈ കുഴിയെടുക്കേണ്ടി വരുന്നത്. ഈ സെബാസ്റ്റ്യൻ പലതരത്തിൽ ഈ അന്വേഷണ സംഘത്തെ വട്ടം കറക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കാരണം പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നു, അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലെടുക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കുക എന്ന അങ്ങേയറ്റം സങ്കീർണമായ ഒരു അന്വേഷണ പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു വശത്ത് പുല്ല് വെട്ടിമാറ്റുകയും മറുവശത്ത് കുഴിയെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയ, ഇതാണ് ഇപ്പോൾ ഇവിടെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിന്റെ ഭാഗമായി പുരോഗമിക്കുന്നത്. യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.